ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാറോ ഗൈഡൻസ് ആണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ആദ്യമേ യൂണിവേഴ്സ് പറയുന്നു, ആ ആഗ്രഹിക്കുന്ന ഒരു ഉന്നതി ഉണ്ടല്ലോ, ആ ഒരു സാമ്പത്തിക പുരോഗതി അത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നിങ്ങളുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു സംശയം ഉണ്ട്, നിങ്ങൾക്ക് അർഹിക്കുന്നതാണോ, അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായാൽ നിങ്ങൾക്ക് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, നിങ്ങളിൽ നിന്ന് പണം നഷ്ടപ്പെട്ട് വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോകും, അങ്ങനത്തെ ഒരു പേടി ഉള്ളിലുള്ളതായിട്ട് കാണുന്നു. ആ പേടിനെ ആദ്യം മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഇത് സാധിക്കും. ഈ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വീണ്ടും മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ ആദ്യം വളർത്തിയെടുക്കണം. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒരു കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിലേക്ക് മാറാനാണ്. അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, ആ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും ഒക്കെ എല്ലാ സ്വത്തുകളും എല്ലാ സാമ്പത്തികമായിട്ട് ഉന്നതിയും ഒക്കെയുള്ള വളരെ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണം. അപ്പൊ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് ഗ്രാജുവലി സംഭവിക്കുന്നത്, പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഗ്രാജുവലി ആണ് ആ പുരോഗതി ഉണ്ടാകുക. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു ക്ഷമ കാണിക്കാൻ പറ്റണം. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങുക. അത് ഗ്രാജുവലി ആ റിസൾട്ട് കൂടുതൽ എവിഡന്റ് ആകുന്നതും കൂടുതൽ മികച്ച രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ അതിന് ക്ഷമ കാണിക്കണം. നിങ്ങൾ കുറച്ചുനാൾ വർക്ക് ചെയ്തു, ഒരു റിസൾട്ടും കാണുന്നില്ല എന്നാണ് ഭാവം, ഇത് വർക്ക് ചെയ്യാന്ന് പോണില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. ഓക്കെ, പിന്നെ ആക്ഷൻസ് എടുക്കണം, അത് അടുത്ത കാര്യം. ഓക്കെ, ഏതൊരു കാര്യവും നമ്മളിപ്പോൾ ഇവിടെ റീഡ് ചെയ്യുമ്പോൾ മിക്കന്റെ കമന്റ്സിൽ കാണുന്നത് കുറെ നാളെ കാത്തിരിക്കണം, ഒന്നും നടക്കുന്നില്ല. ഇതൊരു കമന്റ്സ് ആണ് കാണുന്നത്, കാത്തിരുന്നോണ്ട് ഒന്നും നടക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എൻഡ് റിസൾട്ടിലാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുക. എന്തൊക്കെ മാറ്റം വരും ആ മാറ്റത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ മാറ്റം വരാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന ഗൈഡൻസ് ഞാൻ മിക്ക റീഡിങ്ങിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ ഗൈഡൻസിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഗൈഡൻസ് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഈ പറയുന്ന മാറ്റത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുള്ളൂ. ഓക്കെ, അതിന് നിങ്ങൾക്ക് നല്ലോണം ക്ഷമ വേണം. ഈ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം, പെട്ടെന്നൊന്നും നടക്കില്ല. പിന്നെ ആക്ഷൻസ് എടുക്കണം. വെറുതെ ഇത് കാത്തിരുന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതൊരു കാര്യമുണ്ട്. അപ്പോൾ ആക്ഷൻസ് എടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് നോക്കുക. ആ അവസരങ്ങളുമായിട്ട് നിങ്ങൾ അതിലേതാണ് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് കണക്ട് ചെയ്യുന്നത് നോക്കുക. ആ അവസരവുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, വളരെ ക്ഷമയോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ നീങ്ങേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. പിന്നെ അതുപോലെ പറയുന്നത്, ഈ മാറ്റത്തിന്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ അവസാനിക്കും, കുറേ എനർജി റിലീസാകും. നിങ്ങൾ അത് കംപ്ലീറ്റ് യൂണിവേഴ്സിൽ സമർപ്പിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഒരു കാരണവശാലും ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക.